നമസ്കാരം. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളുടെ തുടക്കം എന്നാണ് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ 28 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തത്തിൽ നടന്ന മഹാറാലിയിൽ ഉയർന്നു കേട്ട ആഹ്വാനം. ഇന്ത്യ എന്നത് ചിതറിത്തെറിച്ച കക്ഷികളുടെയോ വ്യർത്ഥമോഹങ്ങളുടെയോ ആശയമല്ലെന്നും അതിനെ നേടിയെടുക്കാൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ബോധ്യപ്പെടുത്തി പ്രതിപക്ഷ കക്ഷി നേതാക്കൾ അണിനിരന്ന പ്രതിഷേധ ചങ്ങല. കേന്ദ്രവേട്ട എന്ന ആരോപണത്തിൽ ഉയർന്ന ഈ കൂട്ടായ്മയിൽ സുനിത केजरीवाल कल्पना सोरेन श्रद्धाकेंद्रങ്ങളായി. एम्पायर पर दबाव डालकर प्लेयर को खरीदकर कैप्टन को डराकर मैच जीता जाता है. ये जो चुनाव हो रहा है, नरेंद्र मोदी जी इस चुनाव में मैच फिक्सिंग करने की कोशिश कर रहे हैं. केवल नाम में इंडिया गठबंधन नहीं है, दिल में इंडिया है. दिल में भारत में ये तानाशाही नहीं चलेगी. हम लड़ेंगे, जीतेंगे. അഴിമതിക്കാരെ അഴിയെണ്ണിക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. जब मोदी पूरी ताकत से भ्रष्टाचार के खिलाफ लड़ाई लड़ रहा है तो इन लोगों ने मिलकर एक इंडी गठबंधन भी बना लिया है. രാജ്യതലസ്ഥാനത്ത് ഇന്ന് കണ്ട പ്രതിപക്ഷ ശക്തി പ്രകടനം തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിളക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ഡോക്ടർ ജിൻഡോ ജോൺ, ബിജെപിയുടെ ശ്രീ സന്ദീപ് വാര്യർ, ആം ആദ്മി പാർട്ടിയുടെ ശ്രീ നവീൻ ജി നാദമണി, രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരി എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കൂട്ടായ്മ ഒരുപക്ഷെ 28 രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കൾ ഒന്നിച്ചണിനിരുന്നപ്പോൾ അത് രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ നേർചിത്രമായി മാറി എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ ഒരു കാഴ്ച എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒന്നായി ഈ മഹാറാലിയെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണല്ലോ രാഷ്ട്രീയമായി പ്രസക്തമായിട്ടുള്ളത്. അതിനെന്താണ് മറുപടി ഉള്ളത്? അതായത് കേന്ദ്ര വേട്ട നടക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു, അനാവശ്യമായി കുറ്റം ചുമത്തുന്നു, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അതും ഇതും ചെയ്യിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കുറേ നാളുകളായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ ഇത് ആദ്യമായി ഒന്നിച്ചു മമതാ ബാനർജി പോലും ഉണ്ടായി ആ വേദിയിൽ. പക്ഷെ അതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ ഇത് NDA സഖ്യത്തെ, മുന്നണിയെ നേരിടാൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രീയ കരുത്തായി മാറിയിട്ടുണ്ടോ എന്നതാണല്ലോ പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഉണ്ടായോ? തീർച്ചയായിട്ടും ഗോപി, അതിൽ ഒരു സംശയവും വേണ്ട. 10 വർഷങ്ങൾക്ക് മുമ്പ് രാംലീല മൈതാനിയിൽ ഇത്തരത്തിൽ നടന്ന സമരങ്ങൾ നമ്മൾ ഓർക്കണമല്ലോ. അന്ന് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ UPA സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങൾ കൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അന്ന് സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടി അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത പലരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട പോലും ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾക്കറിയാം. ഇന്ന് അത്തരം ആളുകളൊന്നും അത് നയിക്കാനില്ല. പക്ഷേ ഇന്ന് 28 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിയിൽ നടക്കുന്ന ആ സമര പ്രഖ്യാപനം അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ജനവിധിയിലേക്ക് ഈ രാജ്യത്തെ നയിക്കുന്നത് തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിൽ ഒരു സംശയപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം വിവിധ കക്ഷികൾ, ഇന്ത്യ മുന്നണിയിൽ തന്നെ വിവിധ കക്ഷികൾ പല സംസ്ഥാനങ്ങളിലും പല രീതിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ മത്സരിക്കുന്നതാണ് ഒരു പരിധിവരെ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾക്കും നല്ലത്. ഇപ്പോൾ ബംഗാളിൽ ഡോക്ടർ ജിൻഡോ, ഞാൻ അങ്ങനെ മാത്രമല്ല ഡോക്ടർ ജിൻഡോ ഉദ്ദേശിച്ചത്. അതായത് അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്, പരസ്പരം പോരാടുന്നവരുടെ കൂട്ടായ്മയാണ് ഇത് എന്നതൊക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു ഐക്യത്തിന്റെ ഒരു സിമെന്റിംഗ് എന്ന് നമ്മൾ പറയുമല്ലോ, അവരെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു ബൈൻഡിങ് ഫോഴ്സായിട്ട് മാറാൻ ഈ സംഭവങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. മറ്റത് ശരിയാണ്, വസ്തുതയാണ്, പലയിടങ്ങളിലും എതിർചേരിയിൽ നിന്നൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇതിൽ ഇന്ന് വന്ന് നിന്നവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നവരോ, അന്വേഷണം നേരിടാൻ സാധ്യതയുള്ളവരോ, അല്ലെങ്കിൽ സർക്കാരുകൾ അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയിൽ കഴിയുന്നവരോ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനപ്പുറത്ത് ഇതിനൊരു പൊളിറ്റിക്കൽ കോസ് എന്ന നിലയിൽ ഒരു കൂട്ടായ്മയായി രൂപപ്പെടുത്താൻ സാധിച്ചോ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഈ 28 കക്ഷികളെ മാത്രമല്ല, ഈ രാജ്യത്ത് പ്രതിപക്ഷ ചേരിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർക്കുന്ന ആ സിമെൻറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തന്നെയാണ്. ഇപ്പോൾ ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ CBI പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരിൻ്റെ ചൊൽപ്പടിക്ക് മാത്രം തുള്ളുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ്. ഇതിൽ നിന്ന് തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് രാംലീല മൈതാനിയിൽ ഇന്ന് ചേർന്നിട്ടുള്ളത്. അത് ന്യൂനപക്ഷങ്ങളായിക്കൊള്ളട്ടെ, മതന്യൂനപക്ഷങ്ങളോ, സ്ത്രീകളോ, ആദിവാസികളോ, ദളിത് സമൂഹമായിക്കൊള്ളട്ടെ, നാനാതുറയിലുള്ള ആളുകൾ. ഈ രാജ്യത്തിൻ്റെ 142 കോടി ജനങ്ങളിലെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ജനപക്ഷ വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സർക്കാർ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കുന്നു. അവസാനം ഇതിനെല്ലാം അതിജീവിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണി കരുത്ത് തെളിയിക്കുന്ന ഒരു കാഴ്ച കാണുന്ന സാഹചര്യത്തിൽ അതിലും കുറെ കൂടി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വരുതിയിലാക്കാൻ നോക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ ഷിബു സോറന്റെ അറസ്റ്റ്, ഇതൊക്കെ നമ്മൾ കാണേണ്ടത്. പല ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്കെതിരെ തിടുക്കപ്പെട്ടെടുക്കുന്ന നടപടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കുന്നു. ഇവിടെ കുന്നിൻ മുകളിൽ നിന്ന് കളിക്കുന്ന BJPയും പ്രതിപക്ഷ കക്ഷികൾക്ക് പാതാളവും ഒരുക്കിക്കൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുക. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയടക്കം, അമേരിക്ക അടക്കം, ജർമ്മനി അടക്കം, വിദേശ രാജ്യങ്ങളടക്കം സംശയം ഉന്നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികളെ സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നു, അശക്തമാക്കാൻ നോക്കുന്നു, എല്ലാ രീതിയിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടി പിടിക്കാൻ നോക്കുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും സർവ്വതല സ്പർശിയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ വേട്ട നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വൻമതിൽ തന്നെയാണ് ഇന്ന് രാംലീല മൈതാനിയിൽ ഉയർത്തിയിരിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യറിലേക്ക് ഞാൻ പോട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, ഈ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നേരത്തെ പ്രധാനമന്ത്രി തന്നെ പരിഹാസത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത്, ഇവർ ഇന്ത്യ എന്ന് സ്വയം പുകഴ്ത്തുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഇന്ത്യൻ മുജാഹിദിനിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലും ഇന്ത്യ എന്ന പേരുണ്ട്. അതുകൊണ്ട് തന്നെ ദിശാബോധമില്ലാത്ത ചിതറിത്തെറിച്ച രാഷ്ട്രീയ കക്ഷികൾ എന്ന് പരിഹാസ രൂപേണ പ്രധാനമന്ത്രിയും BJP നേതാക്കളും അടിക്കടി പറയാറുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലായാലും കേന്ദ്ര സർക്കാരിൻ്റെ വേട്ടയെക്കുറിച്ചാണെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന ആരോപണമായാലും ഇതിൻ്റെ എല്ലാം പേരിൽ മമതാ ബാനർജി അടക്കമുള്ളവരെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് താങ്കൾ സമ്മതിക്കുമോ? അഴിമതിക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരൊറ്റ പ്രതികരണം കൊണ്ട് ഈ സഖ്യത്തിൻ്റെ ശക്തിയെ മറികടക്കാൻ കഴിയുമോ? ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കം ഇന്ത്യയിൽ ജനാധിപത്യ സംരക്ഷണം എന്ന കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ BJPക്ക് വില കുറച്ച് കാണാൻ കഴിയുമോ? ഗോപീഷ്ണൻ, ആദ്യമായിട്ട് ഇതിലൊരു സാങ്കേതികമായിട്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ സാങ്കേതിക പിഴവുണ്ട്. അതൊന്ന് തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന യുവസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുന്ന പദപ്രയോഗത്തിൽ സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ഗ്രാമറ്റിക്കലായിട്ടൊരു തെറ്റുണ്ട്. കാരണം ഇന്ത്യ എന്നുള്ള ഒരു ഫുൾ ഫോം എന്താ? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ്. അപ്പോൾ അലയൻസ് എന്ന് സൂചിപ്പിക്കുന്നത് മുന്നണിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും മുന്നണി എന്ന് പറയുന്നത് 2 തവണ മുന്നണി എന്ന് ആവർത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. അലയൻസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് മുന്നണിക്കാണ്. അപ്പോൾ 2 തവണ ആവർത്തിക്കുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. അതൊരു പദപ്രയോഗം, തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. ആ തെറ്റായ പദപ്രയോഗം വാസ്തവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് ശരിയല്ല. ഇവരുടെ മുന്നണിയുടെ പേര് ഇന്ത്യ എന്നല്ല, ഇന്ത്യ എന്നാണ്. ഇന്ത്യ മുന്നണി എന്നാണ് പറയേണ്ടത്. 2 തവണ അലയൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അത് ഗോപീകൃഷ്ണൻ സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. 2, ഈ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇത് 2019 ഇതേ ആളുകൾ തന്നെ വേറൊരു പേരിലായിരുന്നു. അതെ, അപ്പം ഞാൻ പറഞ്ഞത്, ഒന്ന്, ഈ മുന്നണിയുടെ പേര് തന്നെ സംശയത്തിലാണ്. അവർ തന്നെ അവരെ വിളിക്കുന്നത് വിമൽകുമാർ എന്ന് വിളിക്കുന്നത് പോലെ അവർ 2 തവണ അലയൻസ് എന്ന് ഉപയോഗിക്കുകയാണ് ഒരേ പേരിൽ. അത് നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവർ തന്നെയല്ലേ 2019 ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ പുതുതായിട്ട് കയറി വന്നതാരാ? ജയിലിൽ പോയ കേജ്രിവാളിൻ്റെ പാർട്ടി. അതല്ലാതെ മറ്റാരോ കാര്യമായിട്ടുള്ളത്?
ഇവർ തന്നെയാണ് 2019 വേറൊരു പേരിലുണ്ടായിരുന്നത്. ഇത് പൂട്ടിപ്പോയ കുറി കമ്പനിയാണ്, നാട്ടുകാർക്ക് പണം കൊടുക്കാതെ പൂട്ടിപ്പോയ കുറി കമ്പനിയാണ് UPA. ഇപ്പോൾ പേര് മാറ്റി പുതിയ പേരിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് രാംലീല മൈതാനിൽ വീണ്ടും സംഘടിച്ചു എന്നേ ഉള്ളൂ. ഒരു മാറ്റവും ഇല്ല. ഇത് എഞ്ചിനില്ലാതെ ഓടാൻ ശ്രമിക്കുന്ന തീവണ്ടി ബോഗികളാണ്. ഇതിന് എഞ്ചിനേ ഇല്ല. ഇതിലായതിൻ്റെ ക്യാപ്റ്റൻ ഉള്ളത്? ഈ മുന്നണിക്ക് ഒരു നേതൃത്വമുണ്ടോ, നേതാവുണ്ടോ? പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന, പരസ്പരം തമ്മിൽ തല്ലുന്ന കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇവരെല്ലാവരും അഴിമതി കേസിൽ പ്രതികളായതുകൊണ്ട് ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ച തുടങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ചർച്ചയുള്ള ഇതിലെ പ്രതിനിധിക്ക് ചെറുതായിട്ടൊരു കുത്തു കൊടുത്തു. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിൽ നടന്ന ആ സമരത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു RSSന്റെ ഏജന്റുമാരായിട്ടാണ് സമരം ചെയ്തതെന്ന്. അപ്പോൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയെ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വിളിച്ചത് RSSന്റെ ഏജന്റ് എന്നുള്ളതാണ്. അണ്ണാ ഹസാരെ RSSന്റെ ഏജന്റ് ആയിരുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ഈ ചർച്ചയുള്ള പ്രതിനിധി പറയണം. കാരണം ഒരേ മുന്നണിയുടെ രണ്ട് വക്താക്കൾ പരസ്പരം RSSന്റെ ഏജന്റ് ആണെന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരിൽ വലിയ വിസ്മയം ഉണ്ടാക്കും, അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാക്കും. അതുകൊണ്ട് ഒന്നുകിൽ ഈ പദപ്രയോഗം കോൺഗ്രസിന്റെ പ്രതിനിധി പിൻവലിക്കണം, അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അതിൽ പ്രതിഷേധം വ്യക്തമാക്കണം. അങ്ങനെ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെയും RSSന്റെ ഏജൻസി പണിയെടുത്തിട്ടാണോ അന്ന് 2014 മുമ്പ് രാംലീല മൈതാനിൽ പോയി സമരം ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയാണ്. മറ്റൊരു കാര്യം, അത് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ നന്നായി. കാരണം 10 വർഷം മുമ്പ് നടന്ന അന്നത്തെ സമരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച് നന്നായി. 10 വർഷം മുമ്പ് നടന്ന സമരങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ രാംലീല മൈതാനിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ വീഡിയോ അവൈലബിൾ ആണ്. അന്ന് അരവിന്ദ് കെജ്രിവാൾ എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ശരിക്കൊന്ന് കുടഞ്ഞ് ചോദ്യം ചെയ്താൽ പണം വാങ്ങിയ സകല കള്ളന്മാരുടെയും പേര് പുറത്തു വരുന്ന പറഞ്ഞത്. ആരാ പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാളാണ് പറഞ്ഞത്. നിരവധി തവണ അദ്ദേഹം അത് ആവർത്തിച്ചു. അത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ പേരെടുത്ത് കള്ളന്മാർ എന്ന് വിളിച്ച മുഴുവൻ ആളുകളും ഇന്ന് ഈ മുന്നണിയുടെ പരിപാടിയിലുണ്ടായിരുന്നു. വലിയ കാര്യമില്ലല്ലോ ശ്രീ സന്ദീപ് വാര്യർ. കാരണം അന്ന് പ്രഫുൽ പട്ടേൽ എയർ ഇന്ത്യ ഈ കുംഭകോണത്തിൽ അഴിമതി കേസിൽ പ്രഫുൽ പട്ടേലിനെതിരെ ജയ് വിളിച്ചവരല്ലേ ഇപ്പോൾ ആ CBI കേസ് റിപ്പോർട്ട് മാറ്റി ഈ പക്ഷത്തേക്ക് മാറിയപ്പോൾ എല്ലാം തേച്ചു മായ്ച്ച് കളഞ്ഞത്? അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരോപിക്കുന്നതിൽ വലിയ കഴമ്പില്ലല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നേരെ രാഷ്ട്രീയത്തിലെ മൂല്യത്തെക്കുറിച്ച് ഉപദേശിക്കാൻ വരരുത്. കെജ്രിവാൾ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മാത്രമാണ്, ബാക്കിയുള്ളവരെ മുഴുവൻ കള്ളന്മാരെന്ന് വിളിച്ചത് എൻ്റെ ഭാഗത്ത് പറ്റിയ പിഴവാണ്, കെജ്രിവാൾ വലിയ കള്ളനാണ്, ഞാനാണ് വലിയ കള്ളൻ എന്നാൽ കെജ്രിവാൾ സമ്മതിച്ചാൽ മതി, പ്രശ്നം തീർന്നു. കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എല്ലാവരെയും കള്ളന്മാരെന്ന് വിളിച്ചിട്ടാണ്, ഞാൻ മാത്രം സത്യസന്ധനെന്ന് അവകാശപ്പെട്ടിട്ടാണ്. അന്ന് അണ്ണാ ഹസാരെയെ ഗുരുവായി കരുതുന്ന കെജ്രിവാളിൻ്റെ ഇന്നത്തെ ഗുരു ലാലു പ്രസാദ് യാദവാണ്. ലാലുവിനെ കുറിച്ച് എന്താ പ്രസംഗിച്ചിരുന്നത്? ലാലു അഴിമതിയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമാണെന്നും കള്ളനാണെന്നും പറഞ്ഞിരുന്നയാളല്ലേ കെജ്രിവാൾ? കോൺഗ്രസ് ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് പറഞ്ഞയാളല്ലേ കെജ്രിവാൾ? അവരെ കുറിച്ചൊക്കെ സോണിയാഗാന്ധിയെ കുറിച്ചടക്കം അതിനിശിതമായ രീതിയിൽ ആക്ഷേപകരമായ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള കെജ്രിവാൾ ഇന്ന് ജയിലിൽ പോയപ്പോൾ ഭാര്യ അയച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് പ്രസംഗിച്ചിരുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു? അത് കുടുംബാധിപത്യത്തിനെതിരെ കൂടിയായിരുന്നു. ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ നേതാവ് വേദിക്ക് പുറകിലിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയെ മുന്നിൽ കൊണ്ടുവരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഈ മുന്നണിയുള്ള മറ്റു പാർട്ടികളോടൊന്നും ആലോചിക്കാതെ കേജ്രിവാൾ ജയിലിലിരുന്ന് ഈ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മോഹൻലാൽ ക്ലിനിക്ക് തുടങ്ങും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യും, ഇത് ചെയ്യും എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇത് മുന്നണിയിൽ ആലോചിച്ചതാണോ? അത് അവരുടെ മുന്നണിയുടെ കാര്യമാണ്. മുന്നണി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ രൂപം കൊണ്ട ആദ്യത്തെ പരിപാടിയുടെ സമയത്ത് തന്നെ ഇവർ തമ്മിൽ പരസ്പരം ഒരു യോജിപ്പുമില്ല. ഇവർ ബംഗാളിലെ മമതാ ബാനർജി ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ബംഗാളിൽ ഈ മുന്നണി ഉണ്ടോ? ബംഗാളിൽ മുന്നണിയേ ഇല്ലല്ലോ. ബംഗാളിലെ കോൺഗ്രസിനെയും CPM-നെയും പുറങ്കാലി കൊണ്ട് ചവിട്ടി തേച്ചിട്ട് മമതാ ബാനർജി സ്വന്തമായി സ്ഥാനത്തെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. കേരളത്തിൽ മുന്നണിയുണ്ടോ? എവിടെയാ ഇവരുടെ മുന്നണിയുള്ളത്? ഇല്ലാത്തൊരു മുന്നണി. ഇതൊരു ഹാലൂസിനേഷൻ ആണ്. ഇങ്ങനെ ഒരു മുന്നണി ഉണ്ട് എന്നുള്ളത് തന്നെ. പക്ഷേ സന്ദീപ്, ഇന്ന് ആ വേദിയിൽ നിലനിന്ന നേതാക്കൾ, ആ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ജനങ്ങൾ, അതേ മുദ്രാവാക്യത്തിൽ, ഈ പ്രക്ഷോഭത്തിൽ, ഈ പ്രതിഷേധത്തിൽ കണ്ണികളായ ജനങ്ങൾ, ഇതൊക്കെ BJPക്ക് ഒരു ഹാലൂസിനേഷൻ ആയിട്ടാണോ തോന്നുന്നത്? നിങ്ങൾ അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ടുള്ളൂ. രാംലീല മൈതാനത്തിൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്രയോ പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് തന്നെ മീററ്റിൽ നരേന്ദ്രമോദിയുടെ റാലി നിങ്ങൾ കണ്ടോ? അതിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളെ നിങ്ങൾ കണ്ടോ? ഇന്ന് അമിത്ഷാജി നടത്തുന്ന റോഡ് ഷോ നിങ്ങൾ കണ്ടോ? നരേന്ദ്രമോദി പോയാൽ ഒരേ ഒരു വ്യക്തി, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ ചെന്നാൽ ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് ലക്ഷക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടാത്തത്? ആ മനുഷ്യൻ സംഘടിപ്പിക്കുന്ന അത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ ഈ ഇന്ത്യ മുന്നണിക്കുണ്ടോ? അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് വിലയില്ല എന്നാണോ ഈ ജനാധിപത്യം? ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ആളുകളുടെ എണ്ണം ഇത്തിരി കുറഞ്ഞു പോയാൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് ഈ രാഷ്ട്രത്തിൽ വിലയില്ല എന്നാണോ?
അല്ല ഒരു സംശയവുമില്ല. വിരുദ്ധ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും അത് പ്രകടിപ്പിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ചുമതല ഞങ്ങളുടേതല്ല. ഇവർക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ അരുണാചൽ പ്രദേശിൽ BJPയുടെ മുഖ്യമന്ത്രിക്കെതിരെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നില്ലേ? ഞങ്ങളുടെ 6 പേര് എതിരില്ലാതെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങളാണ് ഉത്തരവാദികൾ. ഇവർക്ക് എന്ത് ജനാധിപത്യ ബോധമുള്ളത്? ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുഴുവൻ എതിരാളികളെയും ജയിലിട്ട കോൺഗ്രസ്സുകാർ ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുകയാണ്. രാജ്യത്തെ മുഴുവൻ പത്രങ്ങളെയും അടച്ചുപൂട്ടി സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ഇവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. എതിരാളികളെ കൊണ്ടുപോയി ഇടിച്ചു കൊന്നതിന് ശേഷം, ചോര തുപ്പിച്ച് കൊന്നതിന് ശേഷം പറഞ്ഞവരാണ് ഇപ്പം മാനവികവാദം പറയുന്നത്. ഇവരാണോ വലിയ ഭരണ സംരക്ഷകർ? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ കള്ളന്മാരാണെന്നും ഈ നാട് താങ്കൾ ചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞ ആ കാര്യങ്ങളെ ഞാനും അംഗീകരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യം അതിന്റെ ചരിത്രത്തിൽ കാണാത്ത ഏറ്റവും വലിയ അടിച്ചമർത്തൽ അനുഭവിച്ചതാണ് ഇവിടുത്തെ ജനങ്ങൾ. അതിന് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഉണ്ടായി. അന്ന് സംഘപരിവാർ ശക്തികൾ വളരെ ശക്തമായി അടിയന്തരാവസ്ഥക്കെതിരെ നിലകൊണ്ടവരാണ്. അവരാണ് ഇന്ന് അധികാരത്തിലെത്തി അതേ തരത്തിൽ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള ഇടപെടലുകൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള നീക്കങ്ങൾ, 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെ സൃഷ്ടിക്കുന്നത് അവിടെ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മകൾ അവരുടെ പ്രതിഷേധ സ്വരം ഉയർത്തും. അങ്ങനെയാണല്ലോ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഉയർത്തേണ്ടെന്നാര് പറഞ്ഞു? ഗോപീകൃഷ്ണൻ, ഒന്ന് ഇവര് എതിർ ശബ്ദം ഉയർത്തേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, റാലി നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, സ്റ്റേജ് കെട്ടാൻ സ്വാതന്ത്ര്യമുണ്ട്, മോദിക്കെതിരെ പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇവരെന്തും ചെയ്തോട്ടെ, പക്ഷേ അഴിമതി നടത്താൻ സ്വാതന്ത്ര്യമില്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകാൻ ആധാരമായിട്ടുള്ള പരാതി കൊടുത്ത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാണ്. നിരന്തരം പത്രസമ്മേളനം വെച്ച് കേജ്രിവാൾ കള്ളനാണെന്നും ഈ ഇൻകം ടാക്സിന്റെ നോട്ടീസ് തുടർച്ചയായിട്ട് ലംഘിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ കള്ളനായതുകൊണ്ടാണെന്നും അയാൾ രാജിവെച്ച് ഇൻകം ടാക്സിന്റെ ED നോട്ടീസിന് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസിന് മുന്നിൽ ഹാജരാവണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. എത്രയോ പത്രസമ്മേളനം കൊണ്ട് ആവശ്യപ്പെട്ടത്. അവസാനം അതെല്ലാം ലംഘിച്ച് കോടതി പോലും കേജ്രിവാളിന്റെ കേസിൽ കേജ്രിവാളിന് അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള നിയമപരമായ ഒരു അറസ്റ്റിന്റെ പേരിൽ ഇപ്പൊ കിടന്നിട്ട് വലിയ വാചകടിക്കുകയാണ്. ഇവർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ ഡൽഹിയിലെ മദ്യനത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ EDയുടെ നോട്ടീസ് ലംഘിക്കുന്ന കേജ്രിവാളിനെ വിമർശിക്കുകയും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ളത്? എന്നിട്ട് ഇപ്പൊ അതേ കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്? അറസ്റ്റ് നടന്ന സമയത്ത് അതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. ഇവിടുത്തെ പരിപാടിയാ. ഈ മുന്നണിയിലുള്ള ആളുകൾ പരസ്പരം അഴിമതി ആരോപിക്കുന്നവരല്ലേ? ഈ മുന്നണിയുടെ ഭാഗമായ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറയുന്നയാളല്ലേ ജിൻഡോ ജോൺ? നാളെ പിണറായി വിജയന്റെ നടപടി വന്നാൽ ഇവർ ഇതേ പരിപാടി പറയില്ലേ? ഇതേ കാര്യം പറയില്ലേ? മാസപ്പടി കേസിൽ രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി എന്താ പറയുക? നവീൻ ജി നാദമണി കൂടി നമ്മളോടൊപ്പം. ഞാൻ വരാം സന്ദീപ്. നവീൻ ജി നാദമണി, ഇവിടെ സന്ദീപ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഇന്ത്യ മുന്നണിക്കെതിരെ, അതായത് നിങ്ങളുടേത് ദിശാബോധമില്ലാത്ത ഒരു കൂട്ടായ്മയാണ്, നിങ്ങൾ തന്നെ പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ പെട്ടുകിടക്കുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി തന്നെ ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിച്ചത് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായിട്ടുള്ള പ്രതിഷേധമെന്നായിരുന്നു. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം പറയുന്നു അങ്ങനെയല്ല, പ്രതിപക്ഷ കൂട്ടായ്മകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ഈ വിരോധത്തോടു കൂടിയുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നു, അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധമാണെന്നാണ്. അപ്പോൾ ഒരു മഹാറാലി സംഘടിപ്പിക്കപ്പെടുന്നു, അതിൻ്റെ സ്ലോഗനിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെ പരസ്പരം പോരടിക്കുകയും മുൻപേ പറഞ്ഞതിൽ നിന്ന് മാറ്റിപ്പറയുകയും അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഈ മുന്നണി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഘം മാത്രമായി ഇത് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഈ ചർച്ചയിൽ സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. ഗോപി, ഇവിടെ ഇന്ന് നമ്മൾ എന്താണ് കണ്ടത്? വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും എല്ലാം ഒരു വിലക്കുള്ള നാട്ടിൽ, ആ നാട്ടിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഒന്നിക്കുന്ന ഒരു കാഴ്ചയല്ലേ കണ്ടത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ്? വിവിധങ്ങളായ വൈവിധ്യങ്ങളായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാമുള്ള വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് രാംലീല മൈതാനിൽ ഒന്നിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ഇവർ പറയുന്നത് എന്താണ്? അഴിമതിക്കെതിരായിട്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ എങ്ങനെയാണ് കേജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇവർ അഴിമതിക്കെതിരെയാണോ കേജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണോ ഇവർ കേസെടുത്തിരിക്കുന്നത്? ഇവർ കേസെടുത്തില്ലെങ്കിൽ CRPCയിലെ ഏതെങ്കിലും നിയമപ്രകാരമാണോ കേസെടുത്ത്? ഇവർ PMLA ആക്ട് വഴിയല്ലേ കേസെടുത്തിരിക്കുന്നത്? എന്തിനാണ് PMLA ആക്ട് വഴി കേസെടുത്ത്? ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കാൻ ഇന്ത്യയിൽ ഉള്ള ഏക നിയമം എന്ന് പറയുന്നത് PMLA നിയമമാണ്. അതുകൊണ്ട് PMLA നിയമപ്രകാരം കേസെടുക്കുന്നു. ആ കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? പിന്നെ ഇന്നത്തെ ഐക്യം എന്ന് പറയുന്നത്
പറയുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു വരുന്ന കാഴ്ചയല്ലേ കണ്ടത്. ഇവർ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ വിയോജിപ്പുകളെല്ലാം മാറ്റിവെച്ച് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു ഒത്തൊരുമയല്ലേ കണ്ടത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ ഇന്ന് നമ്മൾ കണ്ടത്. എന്തെന്ന് വെച്ചാൽ ഒരു കാലത്ത് അഴിമതിക്കെതിരെ പോരാടി മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയെങ്കിൽ ഇന്ന് ഈ 2014 നമ്മൾ നോക്കേണ്ടത് എന്താ? ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ അഴിമതിക്കും അനീതിക്കും എതിരായ മൗലികമായ വിമർശനങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഊന്നിയുന്നുണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഊന്നിയുന്നുണ്ട്, ഇന്ത്യൻ മതേതരത്വത്തിൽ ഊന്നിയുന്നുകൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഭീഷണി നേരിടുകയല്ലേ. ആ ഭീഷണിയുടെ മൂല കാരണം എന്താണ്? ആ ഭീഷണിയുടെ മൂല കാരണം എന്ന് പറയുന്നത് BJP നയിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ തന്നെയല്ലേ ആ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നത്. അത് ഇന്ത്യൻ ജനത മാത്രമല്ലല്ലോ പറയുന്നത്, UN വരെ പറഞ്ഞില്ലേ ഒരു കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് UN പറയുക എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതായി മാറുകയല്ലേ. ആ ജനാധിപത്യമല്ലേ നരേന്ദ്രമോദി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ജനാധിപത്യത്തെ ഭയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ജനങ്ങൾക്ക് ആവശ്യം ഇന്ത്യയുടെ ജനാധിപത്യമാണെങ്കിൽ BJPക്ക് തടസ്സം ഇന്ത്യയുടെ ജനാധിപത്യമാണ്, അവരുടെ ഏകാധിപത്യത്തിന് തടസ്സം ഇന്ത്യയുടെ ജനാധിപത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജനാധിപത്യത്തെ ഭയക്കുന്നത്. നരേന്ദ്രമോദി തോൽക്കാൻ പോവുകയാണ്, ആ ഭയമാണ്. BJP തോൽക്കാൻ പോവുകയാണ്, ആ ഭയമാണ്. ആ ഭയത്തിന്റെ പുറത്തുള്ള പ്രവൃത്തികളല്ലേ നമ്മൾ ഈ കാണുന്നത്. നരേന്ദ്രമോദി ജയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ BJP ജയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തോട്ട് പോകണമായിരുന്നു. യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലോട്ട് ഇന്ത്യയെ നയിക്കാമായിരുന്നല്ലോ. അവർ ആ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പരസ്പരം ജനാധിപത്യ രീതിയിൽ മത്സരിക്കാനുള്ള സാഹചര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയല്ലേ ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയെ ED ഉപയോഗിച്ചുകൊണ്ട് നേരിടുമ്പോൾ കോൺഗ്രസിനെ IT ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നത് നമ്മൾ കണ്ടില്ലേ. ഞാൻ ചോദിച്ചത് അതെല്ലാം ശരി, പക്ഷെ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഇടയിലുള്ള കൂട്ടായ്മയുടെ കാര്യത്തിൽ അതിന് എത്രത്തോളം ഒരു ഏകരൂപമുണ്ട് എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ ഉന്നയിച്ച ഒരു ആക്ഷേപം, ഇത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അതിനപ്പുറത്തേക്ക് ഇതിന് ഒരു നിലനിൽപ്പ് തന്നെ ഇല്ല. ആരാണ് നേതാവ്, ആരാണ് ഈ മുന്നണിയെ നയിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഉത്തരമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൃത്യമായിട്ടും ഈ മുന്നണിയെ ഒരു കൂട്ടായ്മ തന്നെയാണ് നയിക്കുന്നത്. ഇന്ത്യയുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ മുന്നണിയെ നയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ജനാധിപത്യ സംവിധാനം അതിനെപ്പറ്റിയൊക്കെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും എന്തുവാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്? നിങ്ങൾ കൂടുതൽ അഴിമതി ചെയ്തു എന്ന് സമ്മതിച്ചു. അതായത് ഞങ്ങൾ അഴിമതിക്കാരാണ്, BJP അഴിമതിക്കാരാണ് എന്ന് സന്ദീപ് വാര്യർ സമ്മതിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. ആ അഴിമതിയല്ലേ നമ്മൾ കണ്ടത്. ഇന്ന് ഈ ലോകം കണ്ടേക്കുന്ന ഇത്രയും നാൾ ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നല്ലേ ഇലക്ട്രൽ ബോണ്ട് അഴിമതി എന്ന് പറയുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിക്കൊണ്ട് ഇവരുടെ ഘടകകക്ഷികൾ ആരാണ്? ഇവരുടെ ഘടകകക്ഷികൾ പ്രധാന ഘടകകക്ഷി EDയും മറ്റൊരു പ്രധാന ഘടകകക്ഷി CBI അല്ലേ. അത് ഭരണകൂട സംവിധാനങ്ങളെ മുഴുവനല്ലേ ഇവർ ഘടകകക്ഷികളാക്കി വെച്ചത്. അവിടെയാണ് ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേരുന്നത്. ഇന്ത്യയെ ഇന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നമ്മൾ കണ്ട പ്രതിപക്ഷ ഐക്യരൂപം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ്? താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? ഈ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ എല്ലാ സമയത്തും തടസ്സം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, ആരാണ് ആ മുന്നണിയെ നയിക്കുന്നത് എന്ന കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞാണ് അവർ ചിതറിപ്പോയിരുന്നത്. ആ ഒരു തടസ്സം നീങ്ങിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് 4.5 പതിറ്റാണ്ട് മുമ്പ് 1977 അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് രൂപം കൊണ്ട ജനതാ പാർട്ടിയാണ്. അതും രാംലീല മൈതാനിലായിരുന്നു 1977. അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസ്, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടികൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അന്ന് ജയപ്രകാശ് നാരായണൻ എന്നൊരു നേതാവുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നേതാവില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ നിലവിലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡൽഹി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. അത് ഒരു ചെറിയ സംഗതി അല്ല. നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകൾ നോക്കിക്കാണുന്നതിനെ പറ്റി ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായപ്പോൾ അദ്ദേഹം രാജിവെച്ചു, സോറൻ. അപ്പോൾ അദ്ദേഹം തടവിലാണ്. ഡൽഹി മുഖ്യമന്ത്രി ഇനിയും രാജിവെച്ചിട്ടില്ല, അദ്ദേഹം തടവിലാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും
നമ്മുടെ ജനാധിപത്യം വളരെ ജീർണിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷത്തെ എങ്ങനെയും നേരിടുക, തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുക തോൽക്കുക ചെയ്യട്ടെ എന്നല്ല, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുക. ഇന്ദിരാഗാന്ധി ചെയ്ത അതേ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിക്കുക, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിഞ്ഞുകൂടാ, അതിൻ്റെ നിയമവും ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെയല്ലേ ഇലക്ഷൻ അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭരണകക്ഷി അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, ED CBI തുടങ്ങിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുക എന്ന് പറയുന്നത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു കുരിശുയുദ്ധമാണ് BJP നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ പലരും സൂചിപ്പിച്ച മാതിരി ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് ഇലക്ടോറൽ ബോണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ അഴിമതി മുക്തമായ ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ 2024 എലക്ഷൻ എങ്ങനെയും ജയിക്കാനാണ്. അതായത് പല തരത്തിലുള്ള എലക്ഷൻ അഴിമതികൾ, റിഗ്ഗിങ് എന്ന് പറയുന്നത് നടത്താറുണ്ട്. അത് ബൂത്ത് പിടിച്ചിട്ട് മറ്റ് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് പല രീതിയിൽ. അതിലിപ്പോൾ ഒരു പുതിയ രീതിയാണിത്. എന്താണ്? ഒന്ന്, ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പണം കൊടുത്തിട്ട് എതിർപക്ഷത്തുള്ള MLA-മാരെയും MP-മാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും മുൻ ഗവർണർമാരെയും വിലയ്ക്ക് വാങ്ങുക എന്നാണ്. ഇത് രാഷ്ട്രീയമാണോ? ഇത് ജനാധിപത്യമാണോ? അത് ധനാധിപത്യമല്ലേ? ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നേരത്തെ കണ്ടത് എന്താണ്? അവർ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ ഒന്നുകിൽ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ED ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പണം കൊടുത്തിട്ട്, എങ്ങനെയാണെങ്കിലും ജനപിന്തുണ എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാനോ ഭീഷണിപ്പെടുത്തി നേടാനോ കഴിയുന്ന ഒന്നാണ് എന്ന് വരുത്താണ് BJP നിർഭാഗ്യവശാൽ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രതിപക്ഷ മുന്നണി അവരുടെ ഇന്നത്തെ രാംലീല മൈതാനിലെ 28 പാർട്ടികളുടെ പ്രകടനം ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് എന്നെയും എന്നെപ്പോലെ വിചാരിക്കുന്ന അനേക ലക്ഷം ആളുകളെയും വളരെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിലുള്ള പ്രതീക്ഷ, അതിനെപ്പറ്റിയുള്ള പ്രത്യാശ ബാക്കിയുണ്ട്. ഇവരൊന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ഫണ്ട് മരവിപ്പിക്കുക, ഇതൊന്നും പണ്ട് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എവിടെയായിരുന്നു ഈ അഴിമതിക്കെതിരായ പോരാട്ടങ്ങളൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു അങ്കലാപ്പുണ്ട് എന്ന് കൃത്യമായി കാണിക്കുന്നതാണ് ഈ പണികളൊക്കെ. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഇവരുടെ വിശ്വാസം, കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത BJP കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ സമയത്ത് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞത് 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്ന. കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട് എന്നറിയാത്ത ആളല്ല ശ്രീ സുരേന്ദ്രൻ. അവിടെ ഭരിക്കണമെങ്കിൽ 71 അംഗങ്ങളുടെ പിന്തുണ വേണം എന്നറിയാത്ത ആളല്ല അദ്ദേഹം. അപ്പോൾ 30 സീറ്റ് കിട്ടിയാൽ ബാക്കി വിലയ്ക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങാം എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല, ആർക്കും അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ജനാധിപത്യം ഇത്രയേ ഉള്ളൂ. അത് മണി പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ നേടാവുന്നതാണ്. അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും വികാരങ്ങൾ ആളിക്കത്തിച്ച് ക്ഷേത്ര രാഷ്ട്രീയം, പശുരാഷ്ട്രീയം തുടങ്ങിയുള്ള ജനാധിപത്യ വിരുദ്ധമായ വൈകാരികതകൾ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വൈകാരികതകൾ ആളിക്കത്തിച്ച് നേടാവുന്ന ഒന്നാണ് അധികാരം. അല്ലെങ്കിൽ നേടിയ അധികാരം നിലനിർത്തുന്ന ഒരു ഏർപ്പാടാണത് എന്ന് വരുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഇവിടെ ആളുകളുണ്ട് എന്ന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് രാംലീല മൈതാനിലെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രകടനം. പിന്നെ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വൈരുദ്ധ്യങ്ങളും ഒക്കെ എന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റ പാർട്ടി ആയിരുന്നപ്പോഴും അതിനകത്ത് പലതരത്തിലുള്ള ആശയധാരകളുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പരസ്പരം ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ വിളിച്ചു പറയുക, അതൊക്കെ അതിൽ പെട്ടതാണ്. അതൊന്നും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഇന്നോ ഇന്നലെ ഉള്ളതല്ല, പണ്ടേ ഉള്ളതാണ്. കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യ ലാഭത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് എത്രയോ ആശയധാരകളുണ്ട്. ഗാന്ധിയുടെ ഒരു ധാര, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ധാര, അങ്ങനെ പലതും അതൊക്കെ ഇപ്പം ഒരുപാട് വിസ്തരിക്കാൻ നേരമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൊരു പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിക്കകത്ത് അതിനൊരു ചീത്തപ്പേരല്ല, അത് കൃത്യമായിട്ടുള്ളതാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം പാടില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ
അങ്ങേയറ്റത്തെ അച്ചടക്കമാണ് പാർട്ടിയുടെ പ്രവർത്തന രീതി എന്ന് വിചാരിക്കുന്ന പാർട്ടികൾക്കുള്ളതാണ്. അതൊക്കെ ആ പാർട്ടികളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യാമെന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇവർ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയാവില്ല എന്നാണ് ഞാൻ ഡോക്ടർ വിചാരിക്കുന്നത്. ജിൻഡോ, ഇതിനകത്ത് ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഈ കൂട്ടായ്മ ഇന്ത്യ, അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അതിനൊരു നേതാവുണ്ടോ? എല്ലാ കാലത്തും BJP ഇത്തരം കൂട്ടായ്മകളെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധം, പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ദിശാബോധമില്ലാത്തതാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മ എന്നതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണത്തിന് വിധേയരാവുകയോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെയൊക്കെ അല്ലെങ്കിൽ ഈ ഫണ്ട് മരവിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഏക രൂപം എന്നതിനപ്പുറത്ത് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ നിശ്ചയിക്കുന്ന ആ കൂട്ടായ്മ എന്ന നിലയിൽ അതിന് എവിടെയാണ് അതിൻ്റെ പ്രസക്തി എന്നൊരു ചോദ്യമാണുള്ളത്. ആ ചോദ്യമാണ് ഇവിടെ സന്ദീപ് വാര്യർ ഉന്നയിച്ചത്, നിശ്ചിതമായി തന്നെ വിമർശനാത്മകമായി തന്നെ. അതിനെന്താണ് മറുപടി? ഗോപികൃഷ്ണൻ, അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കാലത്തും ഒരു ഏകപ്പെട്ട നേതാവോ ഏകപ്പെട്ട രീതിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വാദിക്കാത്തതുപോലെ തന്നെ ഇതിൽ വിവിധ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. വിവിധ നേതാക്കന്മാരുടെ അഭിപ്രായ ഐക്യത്തിലൂടെയാണ് ഈ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇവിടെ കോൺഗ്രസ് മാത്രമല്ല, ഇവിടെ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും അല്ലെങ്കിൽ മമതാ ബാനർജിയും അഖിലേഷ് യാദവും അടക്കമുള്ള ഇന്ത്യയിലെ ജനപക്ഷത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മുഴുവൻ ആളുകളും, ഇന്ത്യൻ ജനാധിപത്യം ഇതുപോലെ തന്നെ കുറെ കൂടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും തുല്യാവകാശം പൗരാവകാശങ്ങൾ ഉറപ്പ് കൊടുക്കുന്ന ഒരു ജനാധിപത്യ സംസ്കാരം ഈ രാജ്യത്ത് ഇനിയും പുലരണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഏകപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഏകാധിപത്യ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പറയാതെ, ഞങ്ങളുടെ മുന്നണിയുടെ പേരാണ് ഇന്ത്യ. ഇന്ത്യൻ എയർഫോഴ്സിലും ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലുമുള്ള ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ പാസ്പോർട്ടിലുമുള്ള ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിലുമുള്ള ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ 142 കോടി ജനങ്ങളുടെ പേര് അഡ്രസ്സ് ചെയ്യുന്ന ഇന്ത്യ. അപ്പം ഞങ്ങളുടെ മുന്നണിയുടെ പേരിനെ കുറിച്ചിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്താതെ ഞങ്ങളുടെ മുന്നണി ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ BJPക്ക് സാധിക്കുമോ? ഞങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് ഈ രാജ്യത്ത് സാധിക്കുമോ? പകരം ഡിവിസിബിൾ പോളിസി പ്രസംഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ആരതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, CAA കുറിച്ച് പറഞ്ഞുകൊണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ പറയാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവഭേദ്യമായിട്ടുള്ള എന്ത് വികസന പ്രവർത്തനങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് പറയാൻ BJPക്ക് ധൈര്യമുണ്ടോ ആർജവമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അഴിമതിയെക്കുറിച്ചിട്ടാണ് BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത്. അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ ധൈര്യപൂർവ്വം സമ്മതിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ PM കെയർസിലേക്ക് വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയെക്കുറിച്ച് പറയാൻ തയ്യാറാകണം. ചൈനീസ് പട്ടാളക്കാരുമായിട്ട് ഇന്ത്യൻ പട്ടാളം ഗാൽവാൻ കുന്നുകളിൽ മസിൽ പിടിച്ചും മൽപ്പിടുത്തം നടത്തി മരണത്തോട് മല്ലിടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ PM കെയർസിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപ ചൈനീസ് കമ്പനികളിൽ നിന്നാണെന്ന് പറയുമ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ 56 ഇഞ്ച് നെഞ്ച് കാണിച്ച് ചൈനയെ വിരട്ടുമെന്നും പാകിസ്ഥാനെ കണ്ണുരുട്ടി പേടിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥതയെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിന് ഉത്തരം നൽകാൻ BJP തയ്യാറാകണം. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നാകെ കൊള്ളയടിച്ച പെട്രോളിയം നികുതി കൊള്ളയെ കുറിച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്തെ 150-ലധികം മനുഷ്യരെ കൊന്നു കളഞ്ഞുകൊണ്ട് കള്ളപ്പണം മുഴുവൻ BJPയിലേക്ക് ഒഴുക്കി ആ പ്രത്യേക പരിപാടിയുടെ പേരാണ് നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം. അതിൽ നിങ്ങൾ പറയുന്ന നരേന്ദ്രമോദി ക്രൗഡ് പുള്ളർ എന്ന, ഞാൻ പറയും നരേന്ദ്രമോദി കോടികളുടെ പുള്ളറാണ്, ക്രോർ പുള്ളറാണ്. അദ്ദേഹം അഴിമതിയെ ആകർഷിക്കുന്ന അഴിമതി കാന്തമായിട്ടാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. മുഴുവൻ അഴിമതി ഇപ്പോൾ ഏകീകരിക്കപ്പെട്ട് BJP എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് ഏകീകരിക്കപ്പെടുന്ന ഒരൊറ്റ ചാനലായിട്ട് പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അഴിമതിക്കാരെന്ന് നിങ്ങൾ 2014 മുമ്പ് മുദ്ര കുത്തിയ നേതാക്കന്മാരിൽ 71 പേരെ നിങ്ങൾ കൊണ്ടുപോയി വെളുപ്പിച്ചെടുത്തു. നിങ്ങൾ അന്ന് അഴിമതിക്കാരെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഇന്ന് നിങ്ങൾ ആ ആരോപണം ഉന്നയിക്കുന്നില്ല. അതിൽ ഹിമന്ത വിശ്വ ശർമ്മയുണ്ട്, സുവേന്ദു അധികാരിയുണ്ട്, ജഗൻ ഭുജ്ബലുണ്ട്, നാരായണൻ റാണയുണ്ട്, അശോക് ചവാനുണ്ട്, ദിഗംബർ കാമത്ത്, അജിത് പവാർ, അമരീന്ദർ സിംഗ്, പേമ ഖണ്ഡു, പ്രഫുൽ പട്ടേൽ, ഭാവന ഗാവലി, ഹസൻ മുഷ്രി, ജ്യോതിരാദിത്യ സിന്ധ്യ, മുകുൾ റോയ് അടക്കം 71 നേതാക്കന്മാർ BJPയിലേക്കോ BJP
ചേരിയിലേക്കോ കൂറുമാറിയപ്പോൾ അല്ലാതെ ആകുന്ന കാഴ്ച ഇന്ത്യൻ ജനത കാണുകയാണ്. നിങ്ങളാണ് അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ അന്ന് ഉന്നയിച്ചത് മുഴുവൻ വ്യാജ അഴിമതി ആരോപണങ്ങളായിരുന്നു എന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ അഴിമതിക്കാരൻ നിങ്ങളുടെ പക്ഷത്തേക്ക് മാറിയപ്പോൾ അവരെ വിശദീകരിക്കുന്ന പ്രക്രിയയാണ് നടത്തുന്നത് എന്ന് സമ്മതിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് സമ്മതിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കണം. പിന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറുപ്പിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള JJP പാർട്ടി വിട്ടുപോയി പശുപതി പരസ്യന്റെ 5 MP-മാരുള്ള പാർട്ടി നിങ്ങളുമായി ബന്ധമില്ലാതെ മുന്നണി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായി. BJD-യുമായിട്ടുള്ള മുന്നണി ധാരണകൾ ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ച് സംസാരിക്കൂ. ഞങ്ങളുടെ 28 പാർട്ടികളുടെ മുന്നണി നേതാക്കന്മാർ രാംലീല മൈതാനിയിൽ ഒന്നിച്ചു വന്ന് ജനങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി ഭയക്കുന്നത് എന്തിനാ? നിങ്ങൾ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ വെച്ചുകൊണ്ട് ഇലക്ഷനെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തെ നിങ്ങൾ ഭയക്കുന്നത് എന്തിനാ? അവിടെ വരുന്ന നേതാക്കന്മാരുടെ ബഹുസ്വരതയെ നിങ്ങൾ ഭയക്കുന്നത് എന്തിനാ? അവിടെ വരുന്ന 28 പാർട്ടികൾക്കും 28 തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് 28 പാർട്ടികൾ തന്നെയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഒറ്റ പാർട്ടി ആയാൽ പോരെ? അങ്ങനെയല്ലല്ലോ. ഒരു മുന്നണി എന്ന് പറയുമ്പോൾ വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു ഏകപ്പെട്ട കോസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇറങ്ങുന്നു. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ശരി ഡോക്ടർ ജിൻഡോ, ഞാൻ വരാം. ഇനി ഇതിന് ശ്രീ സന്ദീപ് വാര്യറിന്റെ മറുപടിയിലേക്കാണ് എനിക്ക് വരാനുള്ളത്. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം താങ്കളുടെ മറുപടിയിലേക്ക് വരും. ശ്രീ സന്ദീപ് വാര്യർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുക, പിന്നെ ഈ രാജ്യത്ത് ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയുടേതടക്കം പ്രതിപക്ഷ കക്ഷികളിൽ ചിലരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അഴിമതിയും അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സ്ഥിതിവിശേഷവുമാണെന്ന് ശ്രീ MN കാരശ്ശേരി ഇവിടെ നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയും അതിലെ അഴിമതിയെക്കുറിച്ചുമൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം ശരിയായ രീതിയിലാണോ എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തെയാണ് BJP ഗൗരവത്തിലെടുക്കേണ്ടതെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു. എന്താണ് മറുപടി? തീർച്ചയായിട്ടും ഇവിടെ സംസാരിച്ച എല്ലാവർക്കും ഓരോ പോയിന്റിലും മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹവും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു പക്ഷേ സമയപരിമിതി പോലും അത് തടസ്സപ്പെടുത്തുമെന്ന് അറിയുന്നതുകൊണ്ട് അതിന് മുഴുവൻ മുതിരുന്നില്ല. കാരശ്ശേരി മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് അതിനും മറുപടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാവരും ഏകസ്വരത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം ഇപ്പോൾ അങ്ങും ചോദ്യത്തിൽ ഉന്നയിച്ചു. വിദേശ രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയിലും അടക്കമുള്ളവർ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP ഇവിടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ള സംശയം ന്യായമാണ് എന്ന രീതിയിൽ, അതായത് വിദേശ രാഷ്ട്രങ്ങൾ പറയുന്നത് ശരിയാണ്, അവരുടെ ആക്ഷേപങ്ങൾ ശരിയാണ് എന്ന മട്ടിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള കാരശ്ശേരി മാഷും ജിൻഡോ ജോണും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയൊക്കെ പറയുകയാണ്. ഈ ആം ആദ്മി പാർട്ടി അങ്ങനെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഖാലിസ്ഥാനി തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പണം പറ്റുന്ന രാജ്യവിരുദ്ധ പാർട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി. അവരങ്ങനെ പറയും. പക്ഷെ രാജ്യം 6 പതിറ്റാണ്ട് കാലം ഭരിച്ച എക്സ്പീരിയൻസ് ഉള്ള ഈ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം കൊടുത്തിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് എനിക്കറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് മാധ്യമങ്ങളായിക്കോട്ടെ, കാരശ്ശേരി മാഷെ പോലെയുള്ള നിരീക്ഷകരായിക്കോട്ടെ, പണ്ഡിതരായിക്കോട്ടെ, ഇവരൊക്കെ അനുഭവങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ 6-7 പതിറ്റാണ്ട് കാലത്ത് നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പല നയങ്ങളും നമ്മുടെ ചില സമീപനങ്ങളുണ്ടല്ലോ. നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പുറമേയുള്ള ഏജൻസികൾക്കോ പുറമേയുള്ള രാജ്യങ്ങൾക്കോ അഭിപ്രായം പറയാനുള്ള അവകാശം വകവെച്ച് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പുറമേയുള്ള രാഷ്ട്രം നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരായി പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും BJP പ്രതിപക്ഷത്തുള്ള സമയത്ത് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങളോട്, മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന വിമർശനങ്ങളോട് അതിനോട് സഹതാപം പ്രകടിപ്പിക്കുകയോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്ത് സ്വന്തം രാജ്യത്തിനെതിരായിട്ട് നിന്നിട്ടില്ല. നമുക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. നമുക്ക് അതൊക്കെ ഇവിടെ തർക്കിക്കാനും നമുക്ക് മാധ്യമങ്ങളുണ്ട്, അതല്ലെങ്കിൽ കോടതിയുണ്ട്, നമ്മുടെ ജനാധിപത്യ ഫോറങ്ങളുണ്ട്, അവിടെയാണ് തർക്കിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് എന്തിനാണ് അമേരിക്ക അഭിപ്രായം പറയുന്നത്? അവിടെ ഡൊണാൾഡ് ട്രംപിന് $400 മില്യൺ ഫൈൻ അടച്ചിക്കാൻ വിധി വന്നതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ, അവിടെ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, ഇതിലൊക്കെ ഇന്ത്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്താണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്?
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫെയർ ആയിട്ട് നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇവിടെയുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നു. പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അംഗീകരിക്കുന്നു. ഏത് റിസൾട്ട് വന്നാലും രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയും വളരെ മാന്യമായിട്ട് ഒരു ഭരണ തുടർച്ച ഉണ്ടാവുകയും കൈമാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. മറ്റ് പല രാഷ്ട്രങ്ങളിലും അതില്ല. അവരാണ് ഇന്ത്യക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. ദയവ് ചെയ്ത് ചർച്ച നടത്തുന്ന ആളുകളും ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളും നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ തമ്മിൽ പാർട്ടി എന്നുള്ള രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ആത്യന്തികമായി നമ്മുടെ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ നമ്മൾ ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. പലപ്പോഴും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഏജൻസികൾ അല്ലെങ്കിൽ സംഘടനകൾ കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റു പല വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ കാലത്ത് മുഴുവൻ BJP അന്ന് ഭരിക്കുന്ന സർക്കാരുകൾക്കൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയുടെ നിലപാടിന് വേണ്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഐക്യരാഷ്ട്രസഭയിൽ പോയി പ്രസംഗിച്ചവരാണ്. അത് മറക്കരുത്. കോൺഗ്രസ് പോലെ ആം ആദ്മി പാർട്ടി അത് ചെയ്യും. അവരൊരു തുക്കടെ പാർട്ടിയാണ്, വോട്ട് കട്ടിംഗ് പാർട്ടിയാണ്. രാജ്യദ്രോഹികളോടൊപ്പം കൈകോർത്ത് പഞ്ചാബിൽ ഭരണം കിട്ടാൻ വേണ്ടി ഖാലിസ്ഥാനികളിൽ നിന്ന് പണം പറ്റുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവരതും പറയും, അതിലപ്പുറവും പറയും. പക്ഷേ കോൺഗ്രസ് പോലെ രാജ്യം ഭരിച്ചൊരു പാർട്ടി, ഉത്തരവാദിത്ത ബോധമുള്ളൊരു പാർട്ടി, ഈ നിലപാട് അതിന്റെ പ്രതിനിധി പറയുന്നത് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്ന്. രണ്ട്, കാരശ്ശേരി മാഷിനും ആ കാര്യത്തിൽ വിശദീകരണമായി എന്ന് ഞാൻ കരുതുകയാണ്. രണ്ട്, കാരശ്ശേരി മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ. മാഷ് പറഞ്ഞത് അടിയന്തരാവസ്ഥയെ പോലെയാണ് ഇപ്പോൾ പറഞ്ഞത്. മാഷെ, അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ കാരശ്ശേരി മാഷ്ക്കും എനിക്കും അല്ലെങ്കിൽ ജിൻഡോ ജോണിനും ഒക്കെ ഇവിടെ ഇരുന്ന് ഈ ചർച്ച നടത്താൻ കഴിയോ? ഈ 24 ചാനലിൽ ചർച്ച നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവോ? ചർച്ചയ്ക്ക് മുമ്പ് ചർച്ചയുടെ വിഷയം എന്താണെന്ന് എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി ഗോപികൃഷ്ണന് ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ? എന്നിട്ട് എറണാകുളം ജില്ലാ കളക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചർച്ച നടത്താൻ പറ്റുമോ? ഇനി ചർച്ചയ്ക്കുള്ളിൽ കാരശ്ശേരി മാഷ് എങ്ങാനും ഭരണകൂടത്തെ വിമർശിച്ചാൽ കാരശ്ശേരി മാഷെ നമ്മുടെ രാജനെ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നവാരി കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അതായിരുന്നതേ മാഷെ അടിയന്തരാവസ്ഥ. അപ്പൊ ഇന്ന് എന്ത് അടിയന്തരാവസ്ഥയുള്ളത്? നമുക്കൊക്കെ പരസ്യമായിരുന്ന് മോദിയെ വിമർശിക്കാം, കേന്ദ്ര സർക്കാരെ വിമർശിക്കാം. ഇലക്ഷൻ നടക്കുന്നു, കോടതിയുണ്ട്. അന്ന് ഇലക്ഷൻ ഉണ്ടോ? അന്ന് കോടതിയുണ്ടോ? അന്ന് പാർലമെന്റ് ഉണ്ടോ? അന്ന് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ ഒന്നിച്ച് ജയിലടച്ചിരിക്കുകയല്ലേ? ഒരു കേസും ഇല്ലാതെ മിസ തടവുകാരെ ജയിലടച്ചിരിക്കുകയല്ലേ? ഏതൊരു മാഷെ, യഥാർത്ഥ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ഫാസിസ്റ്റ് നടപടിയെ ഇന്നത്തെ ജനാധിപത്യ സർക്കാരുമായി മാഷ് തുലനം ചെയ്യരുത്. അന്ന് ജനാധിപത്യത്തിന് വേണ്ടി പോരാടി, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, രക്തസാക്ഷികളായതും ജയിലിൽ പോയതും ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയിലെ പൂർവികരുമാണ്. ഞങ്ങൾക്ക് അഭിമാനബോധമുണ്ട്. ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടില്ലായിരുന്നു. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെടില്ലായിരുന്നു. കാരശ്ശേരി മാഷ്ക്ക് എഴുതാൻ സാധിക്കില്ലായിരുന്നു. കാരശ്ശേരി മാഷ്ക്ക് പ്രഭാഷണം നടത്താൻ സാധിക്കില്ലായിരുന്നു. ഇതൊരു സത്യമല്ലേ മാഷേ? അന്ന് RSS ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുരുക്ഷേത്ര എന്ന് പറയുന്ന RSSന്റെ പ്രസിദ്ധീകരണം കാത്ത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ കാത്തു നിന്നിരുന്ന കാലമില്ലേ സത്യം അറിയാൻ വേണ്ടിയിട്ട്? എത്രയോ CPM നേതാക്കന്മാരെ കാര്യം പറഞ്ഞിട്ടില്ലേ? കുരുക്ഷേത്ര വായിച്ചിട്ടാണ് ഞങ്ങൾ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നതെന്ന്. ഇതൊക്കെ മറച്ചു വെക്കാൻ സാധിക്കുമോ? പിന്നെ ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന അന്നത്തെ സന്യാസ തുല്യ ജീവിതം നയിച്ചിരുന്ന, കൃഷി തുല്യ ജീവിതം നയിച്ചിരുന്ന ഒരു മഹാമേരുവായിട്ടുള്ളൊരു മനുഷ്യൻ വന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ജനങ്ങളുടെ സംഘാടനം ഉണ്ടായി. ഇവിടെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഈ ജയപ്രകാശ് നാരായണൻ പറയും ഇന്ന് ആരാണ്? ലാലു പ്രസാദ് യാദവാണ്. അന്നത്തെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഉൽപ്പന്നം തന്നെയായിരുന്നു ലാലു പ്രസാദ്. പക്ഷേ ഇന്ന് ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കേസിൽ, അഴിമതി കേസിൽ കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടന്നിട്ട് ഒരാളാണ്. ആ കള്ളനായിട്ടുള്ള ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ, വേറൊരു അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന ഹേമന്ത് സോറന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ, 2 സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന നമ്മുടെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, നിരവധിയായിട്ടുള്ള ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള റോബർട്ട് വാദ്രയുടെ ഭാര്യ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റാലി. ഇതിനെയാണോ മാഷെ ജയപ്രകാശ് നാരായണന്റെ റാലിയുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? ജയപ്രകാശ് നാരായണന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ഫടിക തുല്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ജീവിതമായിരുന്നു, കൃഷിതുല്യമായ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് രാജ്യം അദ്ദേഹത്തിന്റെ കൂടെ നിന്നത്. അദ്ദേഹം ഒരിക്കലും അധികാരം ആഗ്രഹിച്ചിട്ടില്ല. ഇത് അധികാരത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടിയിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വമില്ലാത്ത, എഞ്ചിനില്ലാത്ത ഒരു ബോഗികൾ മാത്രമുള്ള ഒരു തീവണ്ടിയാണ്. അവിടെ ഡോക്ടർ ജിൻഡോ പറയുന്നത് ഈ അഴിമതിക്കറയൊക്കെ മാറാൻ അവർ BJPയിൽ ചേരുകയോ NDAയുടെ ഭാഗമായാലോ മതിയെന്നാണ്. അങ്ങനെ വെളുപ്പിച്ചെടുക്കും BJP എന്നാണ്. വെറുതെ പറയുകയല്ല, ആളുകളുടെ പേരുകൾ പറഞ്ഞു പട്ടിക നിരത്തിക്കൊണ്ട് ഡോക്ടർ ജിൻഡോ പറഞ്ഞു. കേജ്രിവാളിന്റെ അഴിമതി എങ്ങനെ ഇല്ലാതായത്? ഞാൻ പറയാന്നേ, ഞാൻ ചോദിക്കട്ടെ, ഇതേ കോൺഗ്രസ്സുകാർ കേജ്രിവാൾ അഴിമതിക്കാരനാണെന്നും പരാതി കൊടുത്ത് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് കേജ്രിവാൾ ജയിലിൽ പോയപ്പോഴുള്ള അഴിമതി അല്ലാതായതോ? ആയോ? ഇവരല്ലേ വാഷിംഗ് മെഷീൻ? ഇവരുടെ മുന്നണി ചേർന്ന അഴിമതി അല്ലാതായി പോയോ? ഒന്നാമത്തെ കാര്യം. 2, കാരശ്ശേരി മാഷ് പറഞ്ഞ പ്രസക്തമായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ മാഷ് സംശയമായിരിക്കാം. മാഷ് ചില സംശയങ്ങൾ ഉന്നയിച്ചു. എന്താണ്? ഈ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പച്ചക്കള്ളമാണ് മാഷെ.
കോൺഗ്രസിന്റെ ഒരു അക്കൗണ്ടും മരവിപ്പിച്ചിട്ടില്ല. 2019-20 മുതൽ തുടരുന്ന നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇൻകം ടാക്സ് ആ കാലം മുതൽ ഇവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരത് ചലഞ്ച് ചെയ്തു. ഇൻകം ടാക്സിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ചലഞ്ച് ചെയ്തു. ആ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ചലഞ്ച് ചെയ്തിട്ട് ട്രൈബ്യൂണലിന്റെ വിധി വന്നു. പണമടയ്ക്കാൻ പറഞ്ഞു. കോൺഗ്രസ് മുഴുവൻ പണം അടച്ചില്ല, പകരം 2 കോടി 2.5 കോടി രൂപ അടച്ചു. കോൺഗ്രസ് ആക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ തെറ്റുപറ്റിയെന്ന് ആക്സെപ്റ്റ് ചെയ്തു. അവസാനം പക്ഷെ മുഴുവൻ പണം അടച്ചില്ല. സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സിന്റെ നിലവിലിരിക്കുന്ന നിയമം എനിക്കും മാഷക്കും കോൺഗ്രസിനും 24 ചാനലിനും ഒരുപോലെ ബാധകമാണ്. അവർ നിയമം പാലിക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയും നിയമത്തിന് അതീതമാണ് എന്നൊരു പോളിസിയാണ് കോൺഗ്രസിൻ്റെത്. അതുകൊണ്ട് ഞങ്ങൾ നിയമം പാലിക്കില്ല എന്ന നിലപാടെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസ് പിന്നീട് ഹൈക്കോടതിയിലെത്തി. ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് എന്താണ്ടായത്? ഇവർ ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ അവിടെ ഉന്നയിച്ചു. ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞോ ഇലക്ഷൻ കഴിയട്ടെ എന്ന്? പറഞ്ഞില്ലല്ലോ. ഞങ്ങളല്ലല്ലോ തീരുമാനിച്ചത്. ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് പോലും ഇവർക്ക് അതിനൊരു റിലീഫ് കിട്ടിയില്ലല്ലോ. എന്നാൽ ഡൽഹി ഹൈക്കോടതി പറയണ്ടേ ഇപ്പൊ ഇലക്ഷനാണ്, അതുകൊണ്ട് കോൺഗ്രസിനെതിരെ നടപടി വേണ്ട, 6 മാസം കഴിയട്ടെ എന്ന് ഡൽഹി ഹൈക്കോടതി എന്തേ പറയാതിരുന്നത്? മാഷ, ഈ രാജ്യത്ത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തിരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും, ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒന്നായിരിക്കണം. അത് എനിക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും, അത് നെഹ്റു കുടുംബത്തിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒരു നിയമമേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ചൊരു നിയമം ഉണ്ടാക്കാൻ, അത് നിങ്ങളുടെ തറവാട്ട് മുതലൊന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ഇത് എല്ലാവർക്കും ഒരേ നിയമമുള്ളൂ. അത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. 2, കേജ്രിവാളിന്റെ കാര്യം ഇതുപോലെയല്ലേ? 9 തവണ ഇഡി നോട്ടീസ് കൊടുത്തു. 9 തവണ നോട്ടീസിന് ഹാജരായില്ല. എത്ര മാസങ്ങളായി പുറകെ നടക്കുന്നു? ഇവരുടെ ഉപമുഖ്യമന്ത്രി വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയല്ലേ മനീഷ് സിസോദിയ. അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്ന് കോൺഗ്രസ് ഈ കേസ് കള്ളക്കേസാന്ന് പറഞ്ഞില്ലല്ലോ. അന്നത്തെ കാലത്ത് കോൺഗ്രസ് പറഞ്ഞത് ഇവരെല്ലാവരും കള്ളന്മാരാന്നുള്ളതാണ്. ഇവരും കോടതി പോയല്ലോ, സുപ്രീം കോടതി വരെ പോയല്ലോ. കേജ്രിവാളിന് ജാമ്യം കിട്ടിയോ? അപ്പൊ കേജ്രിവാളിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, പിഴവുണ്ട് എന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വരെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് രാജ്യത്തെ സകല സംവിധാനങ്ങളെ മുച്ചിക്കുകയാണ്. ഞങ്ങൾക്ക് അനുകൂലമായി പറയാത്തവരൊക്കെ തെറ്റ്, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതുകൊണ്ട് കോടതി ശരിയല്ല, ഇതെല്ലാം മോദിയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഇതെന്ത് ന്യായമാണ്? നിങ്ങൾക്ക് ചുരുങ്ങിയ പക്ഷം കോടതിയിൽ വിശ്വാസം ഉണ്ടാകണം, രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം. അത് മുഴുവൻ എങ്ങനെയാണ് ഞങ്ങളുടേതായി മാറുന്നത്? ഞങ്ങൾക്കെതിരെ വിധി വരുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കാറില്ലേ, ആഘോഷിക്കാറില്ലേ? ഇലക്ട്രൽ ബോണ്ട് വലിയ അഴിമതിയാന്ന് പറയുന്നത്. അവർ എവിടെ അഴിമതിയുള്ളത്? ആ ഇലക്ട്രൽ ബോണ്ടിൽ കിട്ടിയ പണത്തിന്റെ പകുതിയിലധികം പോയിട്ടുള്ളത് ഇതേ ഇന്ന് ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന പാർട്ടിക്കാർക്ക് മുഴുവനായിട്ടല്ലേ വിധിച്ചു പോയത്? ഞങ്ങൾക്ക് അതിൽ നിന്ന് വളരെ ചെറിയ 30% കിട്ടിയിട്ടുള്ളൂ. 70% കൊണ്ടുപോയത് ഇന്ന് ആ സ്റ്റേജിൽ നിന്ന ആളുകളാണ്. എന്നിട്ട് അവരൊക്കെ വിശുദ്ധന്മാരും ഞങ്ങൾ അഴിമതിക്കാരോ? അതെവിടുത്തെ പരിപാടിയാ? മാഷെ, യാഥാർത്ഥ്യം അറിയണം. മാഷയെ പോലെയുള്ള ആളുകൾ എനിക്ക് ഉറപ്പുണ്ട് സത്യം അറിഞ്ഞാൽ സത്യത്തിനൊപ്പം താങ്കൾ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാഷ് അണ്ണാ ഹസാരിയുടെ സമരം ഉണ്ടാകുന്ന സമയത്ത് ഡൽഹിയിൽ പോയി കേജ്രിവാളിനെ കണ്ട് ഇയാളെ കണ്ടാൽ മഹാത്മാഗാന്ധിയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞയാളാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. ഇന്ന് ഡൽഹിയിൽ ജയിലിൽ കിടക്കുന്ന ഈ കേജ്രിവാൾ ഉപ്പ് കുറുക്കിയതിനാണോ പോയത്? അല്ല മാഷെ, ഗാന്ധിജി എല്ലാ കാലത്തും എതിർത്ത മദ്യമുണ്ടല്ലോ, മദ്യം, ആ മദ്യം ഡൽഹിയിൽ ഒഴുക്കിയതിന്, ആ മദ്യത്തിന്റെ പേരിൽ നയം രൂപീകരിച്ച് പുലർച്ചെ 3 മണി വരെ ഡൽഹിയിലെ മദ്യഷാപ്പുകൾ തുറന്നു വെച്ച് ഡൽഹിയെ മദ്യത്തിൽ കുളിപ്പിച്ച നയമുണ്ടാക്കിയതിന്റെ പേരിൽ, ആ നയത്തിന്റെ അടിയിൽ കൊണ്ടുപോയി തുല്യം ചാർത്തിയതിന്റെ പേരിലാണ് ഇന്ന് കേജ്രിവാൾ പോയി അകത്ത് കിടക്കുന്നത്. ഇയാൾക്ക് ഗാന്ധി തൊപ്പി അണിയാൻ, ഈ കേജ്രിവാളിന് ഗാന്ധി തൊപ്പി അണിയാൻ മാഷെ എന്ത് ധാർമ്മിക അവകാശമുള്ളത്? മഹാത്മാഗാന്ധിയുടെ പേര് പറയാൻ ഇവർക്ക് എന്ത് ധാർമ്മിക അവകാശമുള്ളത്? മദ്യത്തിന്റെ പേരിലാണ് മാഷെ അഴിമതി നടന്നത്. ആ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ രാജ്യത്തെ സ്ത്രീകൾ സമ്മതിക്കോ? മാഷെ, കാരശ്ശേരി മാഷെ, ഈ അടിയന്തരാവസ്ഥ എന്ന് മാഷ് പറഞ്ഞ സാഹചര്യം ഇന്ദിരാ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എന്നത് മാത്രമാണോ? അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ട് എന്ന് മാഷ് പറഞ്ഞതിന്റെ ഭാഗം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മാഷിന്റെ മറുപടി. ഗോപികൃഷ്ണൻ, സന്ദീപ് വാര്യരുടെ ഓർമ്മയിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കെജ്രിവാളിനെ കണ്ടിട്ട് ഞാൻ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ മാതിരി ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മഹാത്മാഗാന്ധിയെപ്പറ്റി എനിക്ക് ചെറിയ ചില ധാരണകളുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതല്ല, മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് പറഞ്ഞത്. അത് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ലാൽ ബഹദൂർ ശാസ്ത്രി, അല്ലാതെ മഹാത്മാഗാന്ധി എന്നല്ല. പിന്നെ അടിയന്തരാവസ്ഥയുടെ കാര്യം, അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളോടുള്ള എൻ്റെ ആദ്യത്തെ മറുപടി, ഞാൻ അന്നൊരു പത്രപ്രവർത്തകനായിരുന്നു, മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിരുന്നു. ആ കാര്യങ്ങൾ ഭാഗ്യവശാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അതൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഇന്ന് പല കാര്യം കൊണ്ട്, സ്വഭാവം കൊണ്ട് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതിലിപ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച കാര്യം,
നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ മറ്റ് രാഷ്ട്രങ്ങൾക്ക്, ജർമ്മനിക്കോ അമേരിക്കക്കോ ഐക്യരാഷ്ട്രസഭയ്ക്കോ അവകാശമുണ്ടോ? ആ അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഒരുപോലെ നിന്ന് അതിനെ എതിർക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. അത് ദേശാഭിമാന പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള പെരുമാറ്റത്തെപ്പറ്റിയും അന്നത്തെ 2002 കലാപത്തെപ്പറ്റിയും ഒരു ഡോക്യുമെൻ്ററി വന്നു BBC-യുടെ. അന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യങ്ങളിലും പാകിസ്ഥാൻ്റെ കാര്യങ്ങളിലും ഇറാൻ്റെ കാര്യങ്ങളിലും ഒക്കെ അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ മഹിസ അമിനി എന്നുള്ള ഒരു പെൺകുട്ടിയെ ഹിജാബ് വേണ്ടത്ര ശുഷ്കാന്തിയോട് ധരിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. 22 വയസ്സുള്ള പെൺകുട്ടിയെ പോലീസ് തല്ലിക്കൊന്നു. അതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും. ഇതുപോലെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു വരി NV കൃഷ്ണമാരനാണ്. എവിടെ മനുഷ്യന് ചങ്ങല അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു. ആഫ്രിക്ക എന്നുള്ള പ്രസിദ്ധമായ കവിതയിലെ NV കൃഷ്ണമാരുടെ വരികളാണിത്. അപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇറാനിൽ അല്ലെങ്കിൽ ഇറാഖിൽ, ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇപ്പോൾ ഗാസയെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ? പറയണ്ടേ? അപ്പോൾ അത് ഗാസ കുന്നുകളിൽ എന്താണ് നടക്കുന്നത്, വെസ്റ്റ് ബാങ്കിൽ എന്താണ് നടക്കുന്നത്, ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തത് തെറ്റാണോ ശരിയാണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്, നമ്മൾ ലേഖനം എഴുതുന്നുണ്ട്. ഇപ്പോൾ ഹാഗിയ സോഫിയ പള്ളി ഇവർ നേരത്തെ മ്യൂസിയമായിരുന്നത് ഉർദുഗാൻ്റെ ഗവൺമെൻറ് പള്ളിയാക്കി മാറ്റി. ആ പള്ളിയാക്കി മാറ്റിയതിനെ അനുകൂലിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലേഖനം എഴുതിയപ്പോൾ അതിനവിടെ പലരും എതിർത്തു. ഞാൻ എതിർത്ത ഒരാളാണ്. അപ്പോൾ ഹാഗിയ സോഫിയ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഉർദുഗാൻ അന്ന് അവിടുത്തെ കോടതിയുടെ വിധിയുടെ ആനുകൂല്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ കോടതിയാണെന്നാണ്. നിർഭാഗ്യവശാൽ അനവധി കാര്യങ്ങളിൽ കോടതിയിലുള്ള വിശ്വാസം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം, മൗലവിയെ വെട്ടിക്കൊന്ന കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. എല്ലാവരെയും കോടതി വെറുതെ വിട്ടു, കോടതിയിലെ കേസ് തെളിഞ്ഞില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെ, ഇതുപോലെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ ബാബരി പള്ളി പൊളിച്ചതിനെ പറ്റിയുള്ള കേസിൽ എന്താണ് CBI കോടതി പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ കോടതികൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ വലിയ സ്ഥാനങ്ങളിൽ ഗവർണർമാരായിട്ടോ അംബാസഡർമാരായിട്ടോ BJPയുടെ MP-മാരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടോ ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ട് ഞാൻ കാണുന്നത് കോടതിയാണ്. അപ്പോൾ കോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് വേറെ ഒരുതരം അടിയന്തരാവസ്ഥയാണ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ചെയ്തത് കോടതിയാണ്, ഇതൊക്കെ ചെയ്തത് പോലീസാണ്, ഇതൊക്കെ ചെയ്തത് ED ആണ്, ഇതൊക്കെ ചെയ്തത് CBI ആണ് എന്ന് തോളൊഴിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, നേപ്പാളിലെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് രാജ്യാഭിമാനത്തിൻ്റെ പോലെ ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ഏർപ്പാടാണ്. നമ്മൾ അഭിപ്രായം പറയണം. നമ്മളെപ്പറ്റി മറ്റുള്ളവരും പറയും. നമ്മളിപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ? പറയണമല്ലോ. അല്ലെ പുട്ടിൻ്റെ യുക്രൈനിലെ നിലപാടിനെ പറ്റി നമ്മൾ അഭിപ്രായം പറയണം. ഉക്രൈനിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് പുട്ടിൻ്റെ തെറ്റാണ് എന്ന് നമ്മൾ പറയണം. ഇന്ത്യ ഗവൺമെൻറ് പറയണം. ഗാസയിൽ നടന്ന കൂട്ടക്കൊലയെ നമ്മൾ അപലപിക്കണം. അതിനാണ് ജനാധിപത്യം എന്ന് പറയാം. അല്ല, അത് അന്യന്റെ കാര്യം എന്നൊരു കാര്യമില്ല. ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊന്ന് ചെറിയ ഇടവേള എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. സന്ദീപ്, ഞാൻ കണ്ടു, ഒരു മിനിറ്റ്. മാഷ് സമയം എനിക്ക് കുറച്ച് കുറവാണ് ഇനി ഇത് തരാനുള്ളത്. പക്ഷെ മാഷ് പൂർത്തിയാക്കി കഴിഞ്ഞോ? മാഷിന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒരു വാക്കുകൂടി പറയാം. ഗോപികൃഷ്ണൻ, ഞാൻ ഒരു വാക്കുകൂടി പറയാം. പറഞ്ഞോളൂ മാഷ്, പറയൂ. ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി RSS കാര്യമായി പണിയെടുത്തിട്ടുണ്ട്. അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. അവരുടെ കുരുക്ഷേത്ര അന്ന് നോക്കിയിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും.
അതിനെപ്പറ്റി ഞാൻ അവരെപ്പറ്റി ബഹുമാനം പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടുത്തെ കോടതികൾ എങ്ങനെയാണ് ചീത്തയായി വരുന്നത്, അവരെങ്ങനെയൊക്കെയാണ് പണം കൊണ്ടും മറ്റു കാര്യം കൊണ്ടും സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ജസ്റ്റിസ് ചെലമേശ്വറിൻ്റെ നേതൃത്വത്തിൽ 4 സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ വേറൊരു കോടതി ചെയ്തു എന്ന് പറയുന്നത് മുഴുവൻ ജനാധിപത്യത്തിൻ്റെ പേരിൽ ശരിവെക്കാൻ നമുക്കിന്ന് നിർഭാഗ്യവശാൽ നിവൃത്തിയില്ല. ശരി ശരി മാഷെ. നവീൻ 1 മിനിറ്റ്, ജിൻഡോ 1 മിനിറ്റ്, സന്ദീപ് 1 മിനിറ്റ്. പറഞ്ഞോളൂ നവീൻ. ഒറ്റക്കാര്യം ഇപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിച്ചു ചില ആരോപണങ്ങൾ. സന്ദീപ് വാര്യർ ഉന്നയിച്ചല്ലോ, അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. ബുള്ളറെ പുറത്തിറക്കാനായിട്ട് ആരാണ് പണം വാങ്ങിയത്? ബുള്ളറെ പുറത്താക്കാനായിട്ട് ഗൂഢാലോചന നടത്തിയത് BJP ആണ്. പണം വാങ്ങിയത് BJP ആണ്. അത് നരേന്ദ്രമോദിയാണോ അമിത്ഷായാണോ JP നദ്ദയാണോ എന്ന് അവർ പോയി അന്വേഷിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. കൃത്യമായ തെളിവ് തരണോ? കഴിഞ്ഞ നവംബർ 26 ഇവരുടെ ഒരു വക്താവുണ്ടല്ലോ, RP സിംഗ് എന്ന് പറയുന്ന വക്താവ്, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയ്ക്ക് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തു. എന്തായിരുന്നു ആ ലെറ്റർ? ആർട്ടിക്കിൾ 161 പ്രകാരം ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ബുള്ളറെ പുറത്തു വിടണമെന്ന് ലെറ്റർ കൊണ്ട് കൊടുത്ത ആരാണ്? RP സിംഗ് എന്ന് പറയുന്ന BJPയുടെ വക്താവാണ് കൊണ്ട് കൊടുത്തത്. ഈ ബുള്ളർക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയ BJP അല്ലേ? ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ തീവ്രവാദവും രാജ്യദ്രോഹവും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതല്ലേ? യഥാർത്ഥ രാജ്യദ്രോഹികൾ ഇവരാണ്. യഥാർത്ഥ രാജ്യദ്രോഹികൾ ഇവരാണ്. ഒരു തീവ്രവാദിയെ പുറത്തിറക്കണമെന്ന് പറഞ്ഞ് കത്തുകൊണ്ട് കൊടുത്തത്. അതുപോലെ പുൽവാമ ആക്രമണത്തെ പറ്റി സത്യപാൽ മാലിക് എന്ന് പറയുന്ന ഇവരുടെ ഗവർണർ പറഞ്ഞ വാക്കുകൾ എന്താണ്? നമ്മളുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നില്ലേ? എയർലിഫ്റ്റ് ആവശ്യപ്പെട്ടിട്ട് അത് കൊടുക്കാതെ ഇരുന്ന കാര്യം നമുക്കറിയാവുന്നതല്ലേ? 300 കിലോ RDXുമായിട്ട് 10 മണിക്കൂറോളം ജമ്മു കാശ്മീരിന്റെ തെരുവീതികളിലൂടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന കാർ കറങ്ങി നടന്ന കാഴ്ചയെ പറ്റി പറഞ്ഞിട്ടുള്ളതല്ലേ? അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ജവാന്മാരോട് ഇവർ ഈ ജവാന്മാരുടെ പേര് പറഞ്ഞില്ലേ? ഇവർ 2019 അധികാരത്തിലേക്ക് വരാൻ തീവ്രവാദികളും രാജ്യദ്രോഹികളും കൂട്ടുനിൽക്കുന്നവർ UN ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇടപെടുന്നതിനെ കുറിച്ചിട്ടാണ് BJPയുടെ പ്രതിനിധി ആശങ്കപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ നേതാവ് വിശ്വഗുരു ചമയുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വഗുരുവാണെന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പും വിശ്വാസയോഗ്യമാകണമല്ലോ, വിശ്വാസ്യത ഉണ്ടാവണമല്ലോ വിശ്വഗുരുവിന്. അല്ലാതെ വിശ്വഗുരുവാണെന്ന് പറഞ്ഞ് ചുമ്മാ നടന്നാൽ മതിയോ? ഇവിടെ ഫെയർ ഇലക്ഷൻ നടക്കുന്നു താങ്കൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോകുന്നത്? ഇതിന് മുമ്പത്തെ ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടുത്തെ കോടതികൾ, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇവിടുത്തെ സകല ഭരണഘടനാ സ്ഥാപനങ്ങളും BJP സംഘവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ സംവിധാനത്തെ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നിരന്തരം പ്രതിപക്ഷ കക്ഷികൾ എത്രത്തോളം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. BJPയുടെ നേതാക്കന്മാർ നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ചിനെതിരെ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന നിലപാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ഓരോ പോളിസിയും ED ഉപയോഗിച്ചുകൊണ്ട്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ വിധി എഴുതുന്ന രീതിയിലുള്ള നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്ന ആരാചാരന്മാരുടെ പണിയെടുക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഈ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. സന്ദീപ് 1 മിനിറ്റ്. ഒന്ന് കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യങ്ങൾ, മാഷെ പോലുള്ള വ്യക്തികൾക്ക് ലേഖനം എഴുതുന്നതിനോ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോ ഒന്നും ഇവിടെ ആർക്കും വിരോധമില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പോളിസിയുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി അഭിപ്രായം പറയാറില്ല. മാഷ്ക്ക് പാകിസ്ഥാനെ കുറിച്ച് ലേഖനം എഴുതാം, സിറിയയെ കുറിച്ച് എഴുതാം, ഇറാഖിനെ കുറിച്ച് എഴുതാം. എത്രയോ ലേഖനങ്ങൾ ഇന്ത്യക്കെതിരായി വാഷിംഗ്ടൺ ടൈംസിലും ന്യൂയോർക്ക് ടൈംസിലൊക്കെ വരുന്നു. ആരെങ്കിലും മറുപടി പറയാൻ നിൽക്കുന്നുണ്ടോ? പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മാഷ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ പോളിസിയാണ്. എന്റെ സമയമാണ്. അതായത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് വസ്തു. അത് രാജ്യത്തിന്റെ പോളിസിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ഇലക്ഷൻ കമ്മീഷന്റെ കേമത്തിലും നിങ്ങൾ പറയേണ്ട. TN ശേഷനെ ഇംപീച്ച് ചെയ്യാനടക്കം നടന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ പല്ലും നഖവും ഇല്ലാത്താക്കി മാറ്റാൻ വേണ്ടി നിങ്ങളാണ് പരിശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് തന്നെ നിങ്ങളുടെ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഇല്ലാതായിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ശരി, EVM ശരി. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മോശം, തെറ്റ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളത്. ഞങ്ങൾ ജയിക്കുന്ന സമയത്ത് അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ EVM ശരി, ഇലക്ഷൻ കമ്മീഷൻ ശരി. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ന് കണ്ട പ്രതിപക്ഷ ഐക്യനിരയും അതിന്റെ ശക്തി പ്രകടനവും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ടുകളായി മാറും എന്നതായിരിക്കട്ടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ആലോചന. അതിനെ നേരിടാനുള്ള എന്ത് മറുതന്ത്രമായിട്ടായിരിക്കും ഇനി BJP കളത്തിലിറങ്ങാൻ പോകുന്നതെന്ന് നോക്കാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് ഇനി എന്തെല്ലാം നടപടികൾ എന്നതും കാത്തിരിക്കുന്നുണ്ട് രാഷ്ട്രീയ കക്ഷികൾ. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റിനുള്ള സമയമാണ്. TK റീജിത്തുണ്ട് ഏറ്റവും പുതിയ വാർത്തകളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.